കിട്ടിയോ ചേച്ചി? കിട്ടിയടാ കിട്ടി. ഞാനേ പ്രിയച്ചിന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ എടുത്തിട്ടുണ്ട് ഇതിന്ന്. എന്നാ വേഗം വിളിച്ച അമ്മ കാണുന്നതിന് മുന്നേ. ആദ്യം ആരെയാ വിളിക്കുന്ന ചേച്ചി? ചേച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടടാ ലൂസി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേക്കല്ലേ, അവളെ തന്നെ ആദ്യം വിളിക്കാം. അപ്പൊ കുട്ടാ മിണ്ടാതിരിക്കേ, ബെല്ല് പോകുന്നുണ്ട്. ഹലോ, ലൂസി ചേച്ചി അല്ലേ? ലൂസി ചേച്ചിയോ? ഇതാരാ? ഞാൻ ലൂസിയാണ്. ഞാനേ പ്രിയ ചേച്ചിന്റെ അനിയത്തിയാ, പാറു. പാറു, ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് യുവർ കോൾ. ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. യു സോ ഫണ്ണി. ബൈ ദ ബൈ, എന്തിനാ വിളിച്ചത്? അത് പിന്നെ ലൂസി ചേച്ചി, ഇന്ന് എന്റെ ചേച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഓ മൈ ഗോഡ്, എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ അത്. ചേച്ചി അങ്ങനെയാ, ഫ്രണ്ട്സിനെ ഒന്നും പാർട്ടിക്കൊന്നും ഇൻവൈറ്റ് ചെയ്യുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇത് പിന്നെ എനിക്ക് ചേച്ചിന്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൂസി ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അതുകൊണ്ട് എന്തായാലും ചേച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ ലൂസി ചേച്ചിനെ കൂട്ടുകാരെ വിളിക്കണമെന്ന് ഞാനാ അമ്മേനോട് പറഞ്ഞേ. അപ്പൊ തന്നെ അമ്മേനോട് വിളിച്ചോളാനും പറഞ്ഞു. എന്തായാലും വരണേ, 4 മണിക്കാണേ ഫംഗ്ഷൻ. ഓ ഷുവർ, ഞാൻ എന്തായാലും എത്തും. താങ്ക് യു ചേച്ചി. എന്നാ ശരി, ഞാൻ ബാക്കിയുള്ളവരെ വിളിക്കട്ടെ കേട്ടോ. ഓക്കെ ബൈ. ഏറ്റടാ അപ്പുക്കുട്ടാ, ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ. ഹലോ പിങ്കി ചേച്ചി. അങ്ങനെ എന്റെ പ്ലാൻ വിജയിച്ചടാ അപ്പുക്കുട്ട. അവരെല്ലാരും 4 മണിയാവുമ്പോ ഇവിടെ എത്തും. ചേച്ചിന്റെ കൂതറ ലുക്കൊക്കെ അവര് കാണട്ടെ. ഓ എന്തൊക്കെ ഡയലോഗാന്നറിയോ ചേച്ചി വിടാറ് അവരോടൊക്കെ. ഓ കോടീശ്വരി അതൊക്കെയാ പറഞ്ഞിരിക്കുന്നേ. ഈ വീടൊക്കെ നമ്മുടെ സ്വന്താന്നാ പറഞ്ഞേ. ഇത് വാടകയ്ക്കാന്ന് പോലും ചേച്ചി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വീട് വലിയ വീടല്ലേ ചേച്ചി? വലിയ വീടായിട്ട് എന്താ കാര്യം? ഇത് വാടക വീടല്ലേ? മാത്രല്ല അച്ഛന്റെ ഫ്രണ്ടിന്റെ വീടായതുകൊണ്ട് വാടകയൊന്നും വാങ്ങാറ് പോലില്ല അങ്കിള്. അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നേ. പിന്നുണ്ടല്ലോ അപ്പുക്കുട്ട, ചേച്ചി അവരോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചി വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ അടിപൊളിയാണെന്നാ. സ്കൂളിലേക്ക് പിന്നെ യൂണിഫോം ആയതുകൊണ്ടേ വലിയ വേറെ ഡ്രസ്സൊന്നും ഇട്ട് പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനത്തെ ലോക്കൽ ലുക്കിലൊക്കെ വരുന്നതൊക്കെ അവരോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പോരാത്തതിന് ഏതെങ്കിലും കളർ ഡ്രസ്സ് ഇടേണ്ട സമയത്തൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിമാരുടെയൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിയാട്ടെ ഇട്ടിട്ട് ഷായിലാക്കി പോവല ചേച്ചി. എന്നത്തോടെ ചേച്ചിന്റെ കള്ളിയൊക്കെ വിളിച്ചിട്ടാവും. എന്തായാലും എനിക്കത് മതി. എന്നാലും പ്രിയ ചേച്ചിക്ക് സങ്കടാവോ? ഫ്രണ്ട്സ് ഒക്കെ പ്രിയ ചേച്ചിനെ കളിയാക്കുവോ? അപ്പൊ നീ പ്രിയ ചേച്ചിന്റെ ഭാഗ അല്ല, ഞാൻ പാറു ചേച്ചിന്റെ ഭാഗ. എന്നാലും പ്രിയ ചേച്ചിക്ക് സങ്കടായ അപ്പുകുട്ടനും സങ്കടാവും. ഓ നീ ടെൻഷൻ ആവണ്ട, നമുക്ക് പ്രിയച്ചിനെ ചെറുതായിട്ടൊന്ന് വരട്ടിയാ മതി. അല്ലെങ്കിലേ ചേച്ചി ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് പണിയാൻ നോക്കൂ. ഇനി മേലെ നമുക്കിട്ടൊരു പാര വെക്കാൻ പ്രിയച്ചിക്ക് തോന്നരുത്. ഓക്കെ ഓക്കെ. എന്തോ നടി, എന്നെ കുറിച്ചാണല്ലോ എന്തോ കുറ്റം പറയുന്ന രണ്ടും കൂടെ. ചേച്ചിക്ക് മനസ്സിലായല്ലേ? അല്ലേലും നീയൊക്കെ എന്നെ കുറിച്ച് കുറ്റം പറയുന്നേ എനിക്ക് നന്നായിട്ട് അറിയാടി. കുറ്റല്ലാതെ നല്ലതെന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ ചേച്ചി പറയാൻ പറ്റൂ. ആരോ നിനക്ക് വന്ന് തീരെ അനുസരണല്ലാതായിട്ടോ. ഞാൻ എന്റെ ചേച്ചിയാന്നുള്ള കാര്യേ നീ മറക്കണ്ട. ഞാൻ ചേച്ചിയുടെ അനിയത്തിയാന്നുള്ള കാര്യേ ചേച്ചി മറക്കണ്ട. ചേച്ചി എനിക്കിട്ടേ നല്ലോണം പാര വെക്കുന്നുണ്ട്. എല്ലാത്തിനും കൂടി ചേർത്തേ വലിയൊരു പാര ഞാൻ അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടാ. അമ്മേന്റെ അടുത്ത് നിനക്ക് പണി കിട്ടിയനല്ലേ? ഓ എന്താ ചെയ്യ പറൂ, നിനക്കൊക്കെ ഇച്ചിരി പഠിച്ചൂടെ? നീ അപ്പുക്കുട്ടനൊക്കെ പഠിച്ച് നന്നാണെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ അമ്മേനോട് പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. അത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പുക്കുട്ട നീ ഇവള് പറയുന്നൊന്നും കേക്കണ്ട കേട്ടോ. എന്നാലേ രണ്ടാളെ അങ്ങോട്ട് മാറിക്ക്. കുറെ നേരമായില്ലേ ടിവിന് മുന്നിൽ വന്നിരിക്കുന്നേ. ഇനി ഞാൻ കുറച്ച് കാണട്ടെ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാലേ നമ്മുടെ പ്രിയ ചേച്ചി ആവും. ഇല്ലടാ അപ്പുക്കുട്ട? അടുത്ത വട്ടം ടൂർ പോകുമ്പോ ഇതുപോലെ വല്ല വാട്ടർഫാൾസ് ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോവാ അച്ഛനോട് പറയണം. എന്നിട്ട് വേണം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. കുറച്ച് ബിക്കിനി ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങിക്കണം എനിക്ക്. ചേച്ചി ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അമ്മേന്റെ ഫോൺ ആരാടി ഇവിടെ കൊണ്ടുവച്ചേ? എനിക്കറിഞ്ഞൂടാ, ഞാനല്ല. പിങ്കിയാണല്ലോ വിളിക്കുന്നേ. ചേച്ചി നമ്മൾ വിളിച്ചതങ്ങനെ പറഞ്ഞു കൊടുക്കും അവര്. പറഞ്ഞോട്ടടാ, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചേച്ചി കുറെ നേരം കൂടി ടെൻഷൻ അടിക്കുന്നേ, നമുക്ക് കാണാലോ. ഹലോ പ്രിയ, സുഖല്ലേ? എവരിതിങ് ഫൈൻ പിങ്കി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് യുവർ കോൾ പിങ്കി. ഞങ്ങളും നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ നിന്ന് നിന്റെ വീട്ടിൽ വരുന്നുണ്ട്. വാട്ട് ഡിഡ് യു സേ പിങ്കി? എടോ പ്രിയ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇന്ന് തന്റെ വീട്ടിൽ വരുന്നുണ്ടെന്ന്. അത് പിന്നെ ഞാനിന്ന് ഇവിടെ ഉണ്ടാകില്ല പിങ്കി. ഓ കം ഓൺ പ്രിയ, എന്തായത്? ഞങ്ങൾ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അല്ല അത് പിന്നെ അത് ശരിയാവില്ല. എന്താ പ്രിയ, ഇസ് ദർ എനി പ്രോബ്ലം ജോ? ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് ബിസിയാണ്. പിന്നീട് ഒരിക്കൽ വരാം. ഓ സോറി പ്രിയ, ഇന്ന് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പുറപ്പെട്ടു. പ്രിയ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രിയയുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് കാണാലോ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാലോ ഞങ്ങൾക്ക്. ശരി പ്രിയ, എന്നെ ഡാഡി വിളിക്കുന്നു. അപ്പൊ ഈവനിങ് കാണാം. ബൈ, ടേക്ക് കെയർ. എന്റെ ഈശ്വര, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ
എന്തൊക്കെ പുളുവാ ഞാൻ അവളുമാരോട് അടിച്ചു വീട്ടിയത്. ഈ ഇവിടെ വന്ന് കേറുമ്പോ തന്നെ എല്ലാം കള്ളാന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവര് വരുമ്പോ ഇടാൻ നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല എനിക്ക്. അയ്യോ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കള്ളൊക്കെ ഇന്ന് വെളിച്ചത്താവുമല്ലോ ഈശ്വര. പോരാത്തേന ആ പാറുവിനെ അപ്പുക്കുട്ടിനെ ഒക്കെ വെറുപ്പിക്കുകയും ചെയ്തു. ഈറ്റിങ്ങളൊക്കെ എനിക്ക് പാര പണിയും ഉറപ്പാ. അയ്യോ ഞാനിനി എന്ത് ചെയ്യൂ? അത് പിന്നെ നമ്മുടെ സെക്രട്ടറിന്റെ ഏട്ടന്റെ കല്യാണല്ലേ, അതുകൊണ്ടാ. ചേച്ചി ഒന്ന് വരാൻ നോക്ക്. ഓ ഇന്നത്തെ വരി കഷ്ടാ. ഞാൻ എന്റെ പൈസ കൊടുത്തു വിടാം. ഇന്നിപ്പോ എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. പിള്ളേരൊക്കെ ഇവിടെ ഉള്ളതല്ലേ. ഞാനാണ് ഒരു പണി കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറയുന്നെങ്കിൽ എന്താ ചെയ്യാനി? എന്നാ ചേച്ചീന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പിന്നെ നമ്മുടെ വാർഷികാഘോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയില്ലേ? ഫാഷൻ പരേഡൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഫാഷൻ പരേഡിന് വേണ്ടിട്ടേ ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മോളെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ചേച്ചി എന്നെ ഈ വട്ടം ഫസ്റ്റ് വാങ്ങിക്കണം. പിന്നെ ഞാൻ തന്നെ ഈ വട്ടം വാങ്ങിക്കും. ആ ബിന്ദുവിന്റെ അഹങ്കാരം കാണാൻ വയ്യ. എന്നാ ശരി ചേച്ചി, ഞാൻ വെക്കട്ടെ. ശരി. ഈശ്വര ഇനിയിപ്പോ എന്താ ചെയ്യാ? ഫാഷൻ പരേഡ് ഉണ്ട് അടുത്ത ആഴ്ച. ഓ ഈ വട്ടെങ്കിലും ഒന്ന് തിളങ്ങിയില്ലേ? ഒരൊറ്റ എണ്ണങ്ങൾ തന്നെ വിലയും വെക്കൂല. അതിനിപ്പോ പുതിയ ഡ്രസ്സും ഒക്കെ വേണമെങ്കിൽ എന്താ ചെയ്യാ? ഗോപാലനോട് എങ്ങനെ വാങ്ങി തരാൻ പറഞ്ഞാൽ ഇപ്പൊ ഓരോ കണക്ക് തുടങ്ങും. അവിടെ അത്ര പൈസയായി, ചിട്ടിക്ക് ഇത്രയായി, അവിടെയായി ഇവിടെയായി എന്നും പറഞ്ഞ് നല്ലൊരു ഡ്രസ്സ് കിട്ടണ എത്ര പൈസ ആവണം. നാളെ വീട്ടിൽ പോയപ്പോ വീടിന്റെ അടുത്തുള്ള ആ സിന്ധുവിന്റെ ഡ്രസ്സൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഞാൻ ഈ പരിപാടിക്ക് ഇടാന്ന് വിചാരിച്ച്. പക്ഷെ അതൊന്നും ഇട്ട് നോക്കിയിട്ട് പോലും ഇല്ല. അതൊക്കെ ചേരുമില്ലോ എന്ന് തന്നെ ആർക്കും അറിയാം. ഇവിടുന്ന് 2-3 റിഹേഴ്സൽ എങ്ങാനും നടത്താതെ ഞാൻ അവിടെ എങ്ങാനും പോയാൽ ഒക്കെ കൊളാവും. അതിനിവിടെ പണി കഴിഞ്ഞിട്ട് മനുഷ്യന് സമയം വേണ്ടേ? അമ്മേ എന്താടി? അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്താ അമ്മ, എന്ത് പറ്റി? അതൊന്നും പറയണ്ട മോളെ, ആകെ പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം അമ്മ പറ. മോളെ അടുത്ത ആഴ്ച കുടുംബശ്രീന്റെ വാർഷികാന്ന് അമ്മ പറഞ്ഞില്ലേനോ? അതിൽ ഫാഷൻ പരേഡ് ഉണ്ട്. അതിനിപ്പോ എന്താ അമ്മ പേര് കൊടുത്തില്ല? ഇനി ഞാൻ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഈ വട്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലേ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെടും മോളെ. അതിനെന്താ അമ്മ അന്നാളെ സിന്ധാന്റിന്റെ ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവച്ചില്ലേ? പിന്നെപ്പോ എന്താ, അത് അടിപൊളി ഡ്രസ്സാണല്ലോ. ആണല്ലേ? പിന്നെ അമ്മയ്ക്ക് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി കൂടായിരുന്നോ? അടിപൊളിയായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രം ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ, അവർ കൂടി ഇഷ്ടമാണ്ടേ? അതിനൊരു വഴിയുണ്ടമ്മേ. ഇന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സേ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോ അമ്മ ആ ഡ്രസ്സ് ഇട്ട് നിന്ന് നോക്കി അവരെന്താ അഭിപ്രായം പറയാന്ന് അറിയാലോ. നിന്റെ ഫ്രണ്ട്സോ? എന്നിട്ട് നീ ഇത് മുന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിന് അവരിപ്പോഴും അമ്മ എന്നെ വിളിച്ച് പറഞ്ഞേ. എന്തിനാ പ്രിയ നീ ഇപ്പൊ വരാൻ പറഞ്ഞേ? ഇവിടെയാണ് ഒരു സാധനം ഇരിപ്പില്ല. പിള്ളേർക്ക് വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അതമ്മേ ഞാൻ അവരോട് പറഞ്ഞതാ, പക്ഷെ അവര് കേൾക്കുന്നില്ല അമ്മേ. അവര് ഒരുപാട് നാളായിട്ട് പറയുന്നതാ ഇങ്ങോട്ട് വരണമെന്ന്. ഞാൻ ഓരോ കള്ളം പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോവായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല അമ്മേ. അതെങ്ങനെയാ? നീയാണ് ഓരോ ആഴ്ച ഓരോ കുട്ടികളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വിസിറ്റിങ്ങിന് നടത്തിയല്ലേ? പിന്നെ ഓരോക്കെ ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോ വരണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവോ? അതെന്നെ ഓല് കേൾക്കാത്ത ഈ പറയുന്നത്. എന്നോട് ഞാൻ അപ്പോഴേ പറയുന്നതാ ഓരോ പിള്ളേരുടെ വീട്ടിൽ ഞാൻ തെണ്ടി ഇറങ്ങി നടക്കണ്ടാന്ന്. അമ്മേ ഇനിയിപ്പോ എന്തേലും ഒരു വഴി പറഞ്ഞേ അമ്മേ. ഇനിയിപ്പോ എന്ത് വഴി പറയാനാ? വന്നോട്ടെ അവര്. ഇവിടെ ഉള്ള എന്തെങ്കിലും സാധനം വെച്ചങ്ങ് കൊടുക്കാം, അത്ര തന്നെ. അത് അമ്മ അത് ശരിയാവില്ല. അങ്ങനെ ലോക്കൽ സാധനങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റൂല. ലോക്കൽ സാധനങ്ങളോ? അതെന്താ അങ്ങനെ? ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ തിന്നാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അമേരിക്കന്നൊന്നല്ലല്ലോ നിന്റെ കൂട്ടുകാർ വരുന്നത്. അമ്മേ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാം അമ്മേ. അമ്മ ഈ കുടുംബശ്രീയിൽ തള്ളുന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു പോയി. പെണ്ണെ ഞാൻ 4 വീക്കങ്ങ് വെച്ചിട്ടോ. ഞാൻ എന്താടി കുടുംബശ്രീയിൽ തള്ളിയിട്ടുള്ളത്? അമ്മ അതല്ല അമ്മേ, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്കും കുറച്ച് ഷൈൻ ചെയ്യണ്ടേ? അവരെന്നെ ഒരു വില വെക്കണമെങ്കിലേ ചില കാര്യങ്ങളൊക്കെ ഇല്ലാതെ എത്തതും ഉണ്ടാക്കി പറയേണ്ടിയൊക്കെ വരും. അതോട് ഞാൻ പറഞ്ഞിരിക്കുന്നതേ നമ്മള് കുറച്ച് വലിയ പൈസക്കാരാന്നു, ഈ വീട് നമ്മുടെ സ്വന്തമാന്നോക്കി അമ്മേ. എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ പരിങ്ങള് കണ്ടപ്പോ. സാരല്ല, ഈ വീട് ഇപ്പൊ നമ്മുടെ സ്വന്തമല്ലാന്ന് പറയാൻ ഇവിടെ ആരും വരുന്നില്ലല്ലോ. പിന്നെ എന്താ? അതല്ല അമ്മേ, നമ്മള് നല്ല പൈസക്കാരാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആയിക്കോട്ടെ, അതിനെന്താ? എന്റെ ഫ്രണ്ട്സ് വരുമ്പോ ഞാൻ ഇവിടുത്തെ വാർഷിക വരുമാനം എന്താ കാണിച്ചു കൊടുക്കണോ? സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ? പെണ്ണിനെ കൊണ്ട് തോറ്റല്ല മനുഷ്യ. ഈ അമ്മേനെ ഞാൻ എന്ത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. എന്റെ പൊന്നമ്മേ, ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്റെ അമ്മയൊക്കെ നല്ല സുന്ദരിയാണ്, മോഡേൺ ഡ്രസ്സ് ഇടത്തുള്ളൂ. അതുപോലെ തന്നെ എന്റെ അച്ഛനാണെങ്കിലേ വലിയ ബിസിനസ്സുകാരനാണ്, എപ്പോഴും വീട്ടിൽ ഉണ്ടാകത്തൊന്നുമില്ല, ഫുള്ള് എയറോപ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാന്നൊക്കെയാ പറഞ്ഞത്. ഇതുപോലത്തെ വേണ്ട ദിനങ്ങളൊക്കെ പിള്ളേരോട് പറഞ്ഞു പറ്റിച്ചത്. എന്റെ ഈശ്വരാ, ഞാൻ വിചാരിച്ചത് ആ പാറാണ് ഇങ്ങനത്തെ ബടായിക്കാരിന്നാ. അത് ശരി, അപ്പൊ അവള് പറയുന്നത് തന്നെ ശരി. ചേച്ചിക്ക് വന്നാ സ്റ്റൈലാക്കല് സ്കൂളിൽ നിന്നൊക്കെ അവൾ എന്നോട് പറയലുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമാക്കില്ല, പ്രായത്തിന്റെ എന്നിട്ട് ഇങ്ങനെ നട്ടാ കുറിക്കാത്ത നുണകളാണോടി പറയല്. എന്താ അമ്മ, എന്റെ പൊന്നമ്മ
ഓർമ്മയില്ല അമ്മേ, ആ പിള്ളേരുടെ മുന്നിലെങ്ങാനും ഞാൻ പറഞ്ഞൊക്കെ കള്ളാന്ന് പറഞ്ഞാലേ അവരെന്നെ സ്കൂളിൽ വെച്ച് നാറ്റിക്കാം അമ്മേ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാനും പറ്റൂല അമ്മേ. പ്ലീസ് അമ്മേ, ഈ വട്ടം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കമ്മേ. ഓ ഇവിടെ കൊണ്ട് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അമ്മേ, അവര് വരുമ്പേ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിക്കണം, എന്നാലല്ലേ നമ്മൾക്കൊരു റിച്ച് ലുക്ക് തോന്നത്തുള്ളൂ. അതിന് എന്റെ നല്ല ഡ്രസ് ഒന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് പിന്നെ അമ്മ ഫാഷൻ പരേഡിന് ഇടാൻ വെച്ച ഡ്രസ് എടുത്ത് അമ്മ ഇട്ടോ. പക്ഷെ എനിക്ക് വേറെ ഡ്രസ് വേണം അമ്മേ. അതിന് അവര് ഇന്നലെ കുട്ടി വരുന്നത്, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. അതിന് മുന്നേ നിനക്ക് ഡ്രസ് എവിടെ നപ്പിക്കാനാണ്? അമ്മ, നാളെ പാറുവിന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലേ, അതില് ചില ആന്റിമാരൊക്കെ നല്ല ഡ്രസ് കൊടുത്തിട്ടുണ്ട് അമ്മേ, മോഡേൺ ആയിട്ടുള്ള. അതൊന്ന് തരാൻ പറ അമ്മേ അവളോട്. അതൊക്കെ വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സാണോ? പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാ കല്യാണത്തിനൊക്കെ. അതൊക്കെയാണല്ലോ ഇവിടുന്ന് ഇടുന്നത്. എന്റെ പൊന്നമ്മേ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ അടിപൊളി ഡ്രസ്സ് ഇടുന്നതെന്നാ. എന്റെ പ്രിയമോളെ, എന്തിനാ അങ്ങനെ കൂട്ടുകാരോടൊക്കെ കള്ളം പറയുന്നത്? ഇതിലൊന്നും ഒരു കാര്യമില്ല. പൈസന്റെയും വീട്ടിലിടുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല നമുക്ക് നല്ല ഫ്രണ്ട്സിനെ ഒന്നും കിട്ടുക. അതൊക്കെ എനിക്ക് അറിയാമേ. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെപ്പോഴും ഭയങ്കര സ്റ്റൈലാക്കിയ നടക്കുക. പോരാത്തിന് അവരെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാമേ നടക്കുക. അപ്പൊ ഞാൻ മാത്രം അവരെ മുന്നിൽ എങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോവുക. അതുകൊണ്ടാ അമ്മേ. എനിക്ക് വയ്യ, നീ എന്തേലും ചെയ്തോ. അല്ല, അതിന് പാറ സമ്മതിക്കണ്ടേ അവളെ ഡ്രസ്സ് ഇടാനി? അമ്മ പറഞ്ഞ അവള് കേക്കും. ശരിയാ, ഞാൻ പറഞ്ഞ അവള് കേക്കൊക്കെ ചെയ്യും. പക്ഷേ ഇത് നിനക്ക് തരാനായതുകൊണ്ട് എനിക്കറിയില്ല അവള് തരുമോന്ന്. നീ ആണെങ്കിലേ ഒരു അവസരം കിട്ടിയാൽ ആ കുട്ടീനെ കളിയാക്കലല്ലേ. അതുകൊണ്ട് നീ എന്നെ പോയി ചോദിച്ചോ. അമ്മ, ഞാൻ പോയി ചോദിച്ചോള് തരൂല അമ്മ. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചു വാങ്ങിത്താ അമ്മ, പ്ലീസ് അമ്മ. ഞാൻ ആദ്യമായിട്ടല്ല അമ്മ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലത്തെ ബടായി പൊട്ടിക്കുന്ന ഇന്നത്തോടെ നിർത്തിക്കോളേണ്ടി. ഈ ഒരു വട്ടം മാത്രമേ ഞാൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കുള്ളൂ, മനസ്സിലായിനോ? ഇല്ലമ്മ, ഞാൻ ഇങ്ങനെ ഒന്നും പറയത്തില്ല. ഈ ഒരു വട്ടം മാത്രം അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. നടക്കുന്നല്ല അങ്ങോട്ട്. ഓ, പാറിന്റെ ഡ്രസ്സ് കിട്ടിയ എനിക്ക് അടിച്ചു പൊളിക്കാം. സൂപ്പർ.